പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ ഇവര് വേണ്ടാന്ന് വെക്കുന്ന സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സൈഡിൽ വന്നിട്ട് രേവതി ചേച്ചി എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണേ? അപ്പോൾ ഞാൻ നല്ല സീൻ മേടിക്കാം. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, താൻ പോയി ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞ്. ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എനിക്ക് കുറേ സംശയങ്ങളുണ്ടാവും. എന്നെ കൺവിൻസ് ചെയ്താൽ മാത്രമാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പെർഫോമൻസിലേക്ക് പോകാൻ പറ്റാറുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സംശയം ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഒരു ധൈര്യമില്ലായ്മ എപ്പോഴും ഉണ്ടാവും. പിന്നെ ട്രെയിൻഡ് ആക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പം ഞാൻ ആദ്യത്തെ സിനിമ ഋതു ചെയ്യുന്ന സമയത്ത് നിഷാനും വിനയ് ഫോർട്ടും രണ്ടുപേരും FTIയിൽ നിന്ന് ആക്ടിങ് പഠിച്ചിറങ്ങിയവരുടെ കൂടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷേ ശ്യാം സാർ അത് വളരെ രസമായിട്ട് തന്നെ ഗൈഡ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി ഒരു മുൻധാരണ ഇല്ലാതെ സിനിമകൾ അപ്രോച്ച് ചെയ്യാൻ എനിക്ക് പറ്റി. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇപ്പം ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ഓരോ റിയാക്ഷൻസും അല്ലെങ്കിൽ ഓരോ റിയാക്ഷൻസിനും ഓരോ ബ്രെത്ത് ലെവൽസ് ഉണ്ടാവും. നമുക്ക് പേടി വരുമ്പോൾ, എക്സൈറ്റഡ് ആകുമ്പോൾ, അതിനൊക്കെ അങ്ങനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചിട്ട് വരുന്നവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് ഞാനത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കൺഫ്യൂസ്ഡ് ആയേനെ. ഇത് ഒരു ധാരണ ഇല്ലാണ്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ സിനിമയുടെ വേറൊരു ഭാഗമായിരുന്നു ആദ്യം കണ്ടിരുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഒരു ഗ്ലാമർ സൈഡ് ആയിരുന്നു എനിക്കും സിനിമയിലുള്ള ഒരു അട്രാക്ഷൻ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഇത്രയും നമ്പർ ഓഫ് ഫിലിംസ് ചെയ്യുമ്പോൾ ഓരോ സിനിമയിലും ഓരോ ടെക്നീഷ്യൻസും ആക്ടേഴ്സിൻ്റെയും കൂടെ അഭിനയിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതായിരുന്നു. ഞാൻ ആ ഇനീഷ്യലി വർക്ക് ചെയ്ത സിനിമകളിലെല്ലാം ഷൂട്ട് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ നമ്മൾ വൺസ് ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് കൊണ്ട് തരുമായിരുന്നു. സ്ക്രിപ്റ്റിന് ഒരു ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റ് കൊണ്ട് തരുമായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഒരു ലക്ഷറിയാണ് മലയാള സിനിമയിൽ. അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടാറില്ല. പല സമയത്തും നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന പല സിനിമകളുടെയും സ്ക്രിപ്റ്റുകളും ലൊക്കേഷനിൽ വെച്ചൊക്കെ അല്ലെങ്കിൽ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിരുന്ന് അടുത്ത സീൻ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ ഒന്നും കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന്. ഇന്നും എനിക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ ലൊക്കേഷനിലേക്ക് പോകാൻ റെഡി ആവുന്നതിന് മുന്നേ എനിക്ക് അന്ന് എടുക്കാൻ പോകുന്ന സീൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എനിക്കത് വായിച്ചും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ആ കാറിൽ ഇരുന്ന് ലൊക്കേഷനിൽ എത്തുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടാവും, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം അത്രയും പ്രിപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അത് എനിക്കൊന്ന് ആ സ്കൂൾ ഓഫ് ഷംസാറിനെയൊക്കെ പറ്റി പറയുമ്പോൾ ഞാൻ ചെന്ന് അവിടെ ഓഡിഷൻസ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 6 months കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. സാർ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ മാനേജർ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ നമുക്ക് ഇതുപോലൊരു കോൺഫറൻസ് റൂമിൽ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ക്രിപ്റ്റ് കോപ്പി തന്നു. അപ്പം നമ്മൾ ഈ പണ്ട് MTV റോഡീസൊക്കെ കാണുമ്പോൾ ആണ് അതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളോട് ഇത് റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ വന്ന് ഇതിൻ്റെ ഒരു റീഡിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്യാരക്ടേഴ്സ് ഡയലോഗ് പറഞ്ഞിട്ട് ഒരു റീഡിങ് സെക്ഷൻ വന്നു. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിച്ചത്. ആ സമയമായപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ വന്നു, ഒരു ധൈര്യം വന്നു, ഇത് ഓക്കെ, ഇതൊന്ന് മുട്ടി നോക്കാം എന്നുള്ളത്. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ലൊക്കേഷനിൽ കൊണ്ടിറക്കി ഇതാണ് സീൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞാനൊക്കെ അന്നേ ഓടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ സെറ്റിലെത്തിയിട്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലിജോ സാറും പിന്നെ രാജീവ് സാറൊക്കെ അങ്ങനെയുള്ളൊരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറ്റം ശിക്ഷയിൽ അങ്ങനെ എന്തോ. കുറ്റം ശിക്ഷയും എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറ്റം ശിക്ഷയും രാജീവേട്ടൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും സിനിമാറ്റിക് ആവരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു രാജീവ് രവി. പല സമയത്ത് നമ്മൾക്ക് ഡയലോഗ്സ് പറയുമ്പോൾ അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ രാജീവേട്ടൻ ആ ഡയലോഗ് മാറ്റാൻ പറയും. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. ഇപ്പം കുറ്റം ശിക്ഷയും ചെയ്യുന്ന സമയത്ത് ഞാനും അലൻസീറോ ആയിട്ട് നമ്മൾ ആ ഫൈനൽ എൻകൗണ്ടറിന് പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു പാസ്റ്റിനെ പറ്റിയിട്ട് ഈ കൂടുതൽ ഓഫീസറായ അലൻസീറിനോട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരാഴ്ച മുന്നേ ഞങ്ങൾ ജയ്പൂർ അതിൻ്റെ ഇനീഷ്യൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി രാജേട്ടൻ എന്നെ മെസ്സേജ് അയച്ചു, ആസിഫ് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്ന് റൂമിലേക്ക് പോകാം, നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അത്രയും നേരം ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് പിരിഞ്ഞതാണ്. പെട്ടെന്ന് ഞാൻ എന്താണ് ചേട്ടൻ റൂമിൽ ചെല്ലുമ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റിൽ ഫൈനൽ ആ വരുന്ന ആ പെർട്ടിക്കുലർ സീക്വൻസസ് എഴുതി വരുമ്പോൾ നമുക്ക് അതിലൊരു തൃപ്തി കിട്ടുന്നില്ല. അത് ഭയങ്കര നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള സിറ്റുവേഷനാണ് അത്. അപ്പോൾ അത് എനിക്ക് വർക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ പറ എന്താ ചെയ്യണ്ടേ, ആ സീൻ നീ ഒന്ന് എഴുതുമോ? അവൻ ഞാൻ എഴുതാനോ എനിക്ക് ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എടാ നിനക്കിപ്പം ഈ സാജൻ എന്ന് പറഞ്ഞ ഓഫീസർ ഞങ്ങളെക്കാളെല്ലാം കൂടുതൽ നീയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് ഏകദേശം ഒരു ധാരണ ഞങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാവും. സോ നീ വെറുതെ അതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എഴുതാനുള്ള മടി കാരണം ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡറിൽ ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞ് രാജീവേട്ടന് വെറുതെ ഫോർവേഡ് ചെയ്തിടും. അദ്ദേഹം അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് അത് ഓക്കെ ഈ പോയിന്റ് കൊള്ളാം അല്ലെങ്കിൽ ഈ ഡയലോഗ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നത് ഞാനും ആലൻ ചേട്ടനും കൂടെ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് സെക്ഷനാണ് ആ പെർട്ടിക്കുലർ സീനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതൊരു ഭയങ്കര ധൈര്യം തന്നിട്ടുണ്ട്. ഇപ്പം രാജുവേട്ടൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലെയുള്ള പുതിയ എക്സ്പീരിയൻസസ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമായിരുന്നു. പക്ഷെ അത് റിലീസിന്റെ ഒരു കൺഫ്യൂഷൻ കാരണം ഇറ്റ് വാസ് മെന്റ് ഫോർ OTT. പക്ഷെ അത് ഹാപ്പൻസ്. ഭയങ്കര ഒരു ഡോക്യുമെന്ററി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സമയത്ത്. എനിക്ക് ഈ ടോറന്റ് സൂപ്പർ സ്റ്റാർ എന്നൊരു പേരുണ്ടായിരുന്നു. പല സിനിമകളും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് ടോറന്റിലോ ഇപ്പോഴാണ് OTT വന്നത്. അതിന് മുമ്പ് ടോറന്റിൽ വരുന്ന സമയത്ത് എല്ലാവരും വെച്ചിട്ട് അയ്യോ ഇതെന്താ തിയേറ്ററിൽ ഓടാതിരുന്നത് എന്ന് ചോദിക്കും. ഞാൻ നിങ്ങളെ കണ്ടില്ല അത് തന്നെ. ശരിക്കും ആ സമയത്ത് ഈ OTTs ഇവരൊക്കെ ആ ഒരു ഇത് മാറ്റിയുണ്ട്, അപ്രോച്ച് മാറ്റിയുണ്ട്. കാരണം അതുവരെ OTT ഉണ്ടായിരുന്നതൊക്കെ ഇവർ ഈ തിയേറ്ററിൽ കളിച്ചിട്ട് OTT വരാൻ പാടുള്ളൂ. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയും അല്ലായിരുന്നു. അത് ഭയങ്കര ഒരു ടിപ്പിക്കൽ പോലീസ് സ്റ്റോറിയാണ്. കാരണം അത് അവസാനിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ഇവർ. ശരിക്കും എനിക്ക് പോലീസ് ഈ സിബി സാറാണ് എൻ്റെ വൺ ഓഫ് ദി സ്ക്രിപ്റ്റ് റൈറ്റർ. സിബി സാറും ഇപ്പം അദ്ദേഹം CA ആണ്, അല്ല ആ സമയത്തും CA ആണ്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു പോലീസുകാരൻ യൂണിഫോം ഇടുന്നതിൻ്റെ കൂടെ ഇയാളൊരു ക്യാരക്ടറും കൂടെ ഇടുന്നുണ്ട്, വിച്ച് ഹീസ് നോട്ട്. അയാൾ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും വീട്ടിൽ, പക്ഷെ ഇയാൾ യൂണിഫോം ഇടുമ്പോൾ ഇയാൾക്ക് വേറെ ആളായേ പറ്റുള്ളൂ. അതിന് ഇയാളും എന്താടാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നുമില്ല സാറേ എന്ന് പറയാൻ തോന്നുന്ന രീതിയിലേക്ക് ഒരു അപ്രോച്ച് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിക്കും ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ സിബി സാറിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കുറെ. എല്ലാവരും അവനൊരു പേഴ്സണൽ സ്റ്റഡി ഉണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് ഹോൾ ബോഡി ലാംഗ്വേജ്, ആ ഒരു ഓറ ഫുൾ ഓഫ് പ്രിപ്പയർ, എനിക്ക് സാധാരണ പോകുന്നതിനെക്കാളും ഒരു എക്സ്ട്രാ എഫേർട്ട് ശരിക്കും ഉണ്ട്. ഒന്ന് എനിക്ക് ഈ രാജീവ് രവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിളി തന്നെ വലിയൊരു ചലഞ്ചായിരുന്നു. അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ ആരെയും വിളിച്ചാൽ സിനിമ ചെയ്യാവുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്, ടെക്നീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ എന്നെ പെട്ടെന്ന് അദ്ദേഹം വിളിക്കും. അത് ഞങ്ങൾ വൈറസിന്റെ ഷൂട്ടിന്റെ ടൈമിലാണ് ഞാൻ രാജീവേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ രാജീവേട്ടൻ അത് ആ പെർട്ടിക്കുലർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാൻ ജോയിൻ ചെയ്യുന്നത് ഈ അവിടുന്ന് എല്ലാ ഫുൾ പേഷ്യൻസ് പോകുന്നതിന് മുന്നേ ഒരു ഗെറ്റ് ടുഗദർ ഫോട്ടോ എടുക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ആ സിനിമയിൽ. അപ്പം ഇത് ആർക്കും ഒരു ഐഡിയ ഇല്ല ഈ സിനിമ എന്താണ് എങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു വേഗമായിട്ടുള്ളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്, പിന്നെ എല്ലാവരുടെയും എക്സ്പീരിയൻസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെന്ന ഫസ്റ്റ് ഡേ ഞാൻ ആഷിക അടുത്ത് ചെന്നിട്ട്, ആഷിക ഈ സീനൊന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആഷിക എന്നോട് ചേട്ടാ നീ മൂസിനോട് ചോദിക്കും. ഞാൻ മൂസിന് ഇങ്ങനെ ഇരിക്കണ്ട, എന്താ എഴുതേണ്ടതെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ വന്നിട്ട് രേവതി ചേച്ചി എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എന്താ ഇവിടെ നിൽക്കണേ. അപ്പോൾ ഞാൻ നല്ല സീൻ മേടിക്കാം. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, താൻ പോയി ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ചേച്ചിക്കാണ് ആ ഫുൾ സ്പീച്ച് ഉള്ളത്, ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ളത്. പക്ഷേ അത് ഗ്രാജുവലി നമ്മൾ ചെയ്തു വരുമ്പോൾ അത് അങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു. അപ്പോൾ ആ സീക്വൻസ് കഴിഞ്ഞിട്ടാണ് രാജുവേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്, നീ വന്നിരുന്ന ഇരിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നമുക്കൊരു പടം ചെയ്യണം എന്ന് പറയുന്നു. അത് പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞായിരിക്കും എന്ന് ഓർത്തെ. കറക്റ്റ് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പോലീസ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും പോലീസ് സ്റ്റോറി ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഐ മീൻ ഒന്ന് എൻ്റെ സൈസിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള പോലീസുകാരെല്ലാവരും സൂപ്പർ നാച്ചുറൽ പവറുള്ള സിനിമാറ്റിക് പോലീസുകാരാണ്. അപ്പം ഈ കാക്കയാണ് എൻ്റെയും പോലീസ് യൂണിഫോമിൻ്റെ മെഷർമെൻറ്റ്.
അപ്പം ഞാൻ ചേട്ടനോട് ചേട്ടാ ഞാൻ ഈ പോലീസ് അതൊരു CI എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനുള്ള വലിപ്പം ഇല്ല എന്ന് പറഞ്ഞു. ആ പുള്ളി നീ ഏതെങ്കിലും പോലീസുകാരെ കണ്ടിട്ടുണ്ടോ സിനിമയിലുള്ളത്, ഇപ്പോൾ ഈ സൈഡിലിരിക്കുന്ന സിബി സാറിനെ നോക്കും, നിന്റെ അത്ര ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ രാജുവേട്ടൻ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു നെയിം ഫെയിം ഒക്കെ തന്നെ എല്ലാരെയും പോലെ ആഗ്രഹിച്ചാണ് ഞാനും സിനിമയിലേക്ക്. അതായിരുന്നു എൻ്റെ, കാരണം ചെറുപ്പത്തിലെ പെർഫോമിംഗ് ആർട്സിലേക്ക് ഒന്നും താല്പര്യം ഇല്ലാതെ വന്ന ഒരാളാണ് വാസിഫ്. അപ്പോൾ ഈ ആൻഡ് യു ഷോട്ട് എ ഫെയിം വെരി ക്വിക്ലി. ഷോർട്ട് ആൻഡ് പേപ്പർ ഒക്കെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാർ ലെവലിലേക്ക് എത്തി. പിന്നെ കുറച്ചൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഏത് പോയിന്റിലാണ് ഈ ക്രാഫ്റ്റിനോടുള്ള ഒരു ആക്ടിംഗ് എന്ന് ഈ ക്രാഫ്റ്റിനോട് ഇഷ്ടം തോന്നി, അതല്ല എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത ഏത് പോയിന്റിലായിരുന്നു? ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ സിനിമയിൽ വന്നപ്പം ആദ്യം ഷംസാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു, പിന്നെ സിബി മലയിലിൻ്റെ കൂടെ, പിന്നെ സത്യനാന്തിക്കാരൻ്റെ കൂടെ, ജോഷി സാറിൻ്റെ കൂടെ. അപ്പം അങ്ങനെ ഞാൻ പ്ലാൻഡ് അല്ലാതെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. അതായത് പണ്ട് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ ഇവർ വേണ്ടാന്ന് വെക്കുന്ന സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എക്സൈറ്റ്മെൻ്റ് ആണ്. കാര്യം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പല സമയത്ത് പിന്നെ നോ പറയാനുള്ള പേടി ഉണ്ടായിരുന്നു. പല വലിയ പേരുകൾ വരുമ്പോൾ നോ പറയാൻ പറ്റില്ല. പക്ഷെ സിനിമ ചെയ്ത് ചില സിനിമകൾ നന്നായി വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നിനും പറ്റില്ല എന്നൊരു തിരിച്ചറിവ് വന്നു. അതും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനുള്ള അറിവ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആമിർ ഖാൻ സിനിമകൾ എപ്പോഴും മാറി നിൽക്കുന്നത്, അല്ലെ കമൽഹാസൻ സിനിമകൾ മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു ആൻസർ കിട്ടിയത് ഈ ഓമനക്കുട്ടൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് ആ സിനിമയ്ക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബ്രേക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയം ഈ ക്യാരക്ടർ സ്റ്റഡി നടത്താൻ കിട്ടി. പിന്നെ രോഹിത്തിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇവൻച്വലി അതിൻ്റെ ഒരു റിസൾട്ട്, ആ സിനിമ നന്നായില്ലെങ്കിൽ പോലും ഞാനെടുത്ത എഫേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.